കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലെ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് 4ാമത്തെ ക്ലാസ്സിന് ആരംഭം കുറിക്കുകയാണ്. ദൈവമായ കർത്താവാണ് കൃപ തരേണ്ടത്. സംസാരിക്കുമ്പോഴും കേൾക്കുമ്പോൾ മനസ്സിലാകുവാനും എല്ലാം ദൈവകൃപ ആവശ്യമാണ്. ഭാവികാല ശാസ്ത്രത്തോടുള്ള ബന്ധത്തിൽ ഞാൻ തയ്യാറാക്കിയ നോട്ട് അഥവാ പുസ്തക രൂപത്തിൽ അത് 22 അധ്യായങ്ങൾ ചേർത്ത് ആണത് എഴുതുവാനിടയായത്. അതിൽ 15 അധ്യായങ്ങൾ 3 ആഴ്ചകളായിട്ട് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 7 അധ്യായങ്ങൾ സമാപന അധ്യായങ്ങളാണ്. അത് ഇതുവരെ പറഞ്ഞതിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളും ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വങ്ങളും എല്ലാം അതിനോടുള്ള ബന്ധത്തിൽ വരുന്നു. ഇന്ന് ഞാൻ എടുക്കുന്നത് മഹാപീഡനകാലത്തെ രക്ഷണ്യ പ്രവർത്തികൾ. വലിയവനായ ദൈവം പുത്രനായ കർത്താവിൽ കൂടി രക്ഷാമാർഗം ഒരുക്കി. ആ കൃപാകാലം മുഴുവനും ആ രക്ഷ എല്ലാവർക്കും നുകരുവാൻ അവസരമുണ്ടായി. എന്നാൽ ഇത് കഴിഞ്ഞും രക്ഷയുടെ വാതില് അടയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പണ്ട് ബൈബിളൊക്കെ പഠിക്കുമ്പോൾ സഭ എടുക്കപ്പെട്ട് അല്ലെങ്കിൽ ഈ കൃപാകാലം കഴിഞ്ഞ് പിന്നെ രക്ഷണ്യ പ്രവൃത്തി ഇല്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു. എന്നാൽ ദൈവവചനം പഠിച്ചപ്പോൾ ഈ ദീർഘക്ഷമയുള്ള ദൈവം കൃപാകാലം കഴിഞ്ഞും ഭൂമിയിൽ രക്ഷാ രക്ഷയുടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രത്യേകിച്ചും ഉണ്ടായി. പീഡനകാലത്തും മനുഷ്യന് രക്ഷ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ പേര് കൃപയുടെ സുവിശേഷം എന്നാണ് പറയുന്നത്. കൃപ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. എന്നാൽ പീഡനകാലത്ത് നടത്തുന്ന സുവിശേഷം നിത്യസുവിശേഷം എന്നാണ് അറിയുന്നത്. കൃപയുടെ സുവിശേഷവും പീഡനകാലത്തെ സുവിശേഷവും ജാതികളിൽ നിന്നും പ്രത്യേകിച്ച് കൂടാതെ യഹൂദന്മാരിൽ നിന്നും അനേകം നിത്യരക്ഷയിലൂടെ ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധിക്കും. നിത്യരക്ഷ ഒരുക്കുന്നത്, അത് സംസാരിക്കുന്നത് ആകാശത്തിലെ ഒരു ദൂതനാണ്. അത് സംസാരിക്കുന്നത് നിത്യരക്ഷ. മനുഷ്യരെയായിരുന്നു ഇതെല്ലാം ഏൽപ്പിച്ചു കൊടുത്തത്. സഭ ഭൂമിയിൽ നിന്നും എടുത്തു കഴിയുമ്പോൾ പീഡനകാലത്ത് ഇവിടെ 7 വർഷക്കാലം വിവിധമായിട്ടുള്ള വിധത്തിൽ രക്ഷാമാർഗമുണ്ടായി. ഇന്നലെ ഞാൻ പ്രത്യേകം പറഞ്ഞു, 21 ന്യായവിധികൾ നടത്തുമ്പോഴും അത് എതിർ ക്രിസ്തുവാണ് അത് മിക്കതും നടക്കുന്നതെങ്കിലും അത് കർത്താവ് അനുവദിച്ചാണ്. എന്തിനാണ് ഇത് അനുവദിക്കുന്നത്? ആ അതിഭയങ്കരമായ പീഡനവേളകളിൽ ദൈവമുഖത്തേക്ക് നോക്കി വിളിക്കുന്നവരെ ദൈവം മാറ്റി നിർത്തി അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. ബാക്കിയുള്ളവരെയാണ് വെള്ളസിംഹാസനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അന്നേരം അതിലുള്ള ആ സഭാകാലം കഴിഞ്ഞ് ഉള്ള സുവിശേഷം, ഒന്ന് നിത്യസുവിശേഷം, രണ്ടാമതായിട്ട് 144,000 പേരെ ദൈവം ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്ര നെറ്റിയിൽ ചാർത്തി വേർതിരിക്കുന്നു. അത് കഴിഞ്ഞ് സ്വർഗത്തിൽ നിന്നും 2 സാക്ഷികളെ ഭൂമിയിലേക്ക് 1260 ദിവസം ഇവിടെ പ്രവർത്തിപ്പാൻ അവർ അവിടെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് വരം കൊടുത്തിരിക്കുന്നു. 1260 ദിവസം ഭൂമിയിൽ പ്രവചിക്കുവാനായിട്ടാണ് വരം കൊടുത്തിരിക്കുന്നത്. പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവവചനം സംസാരിക്കുക. തിരുവചനം പ്രവചനന്റെ പുസ്തകമാണ്. ആ നിലയിൽ നാമും വാസ്തവത്തിൽ ഒരു പ്രവാചകന്മാരാണ്. പ്രവചന പുസ്തകം വീതിക്കുന്നവരെല്ലാം ആ നിലയിലായിരിക്കുന്നു. സഹസ്രാബ്ദകാലത്ത് രക്ഷിക്കപ്പെടുന്നവർ നിത്യസുവിശേഷത്തിലൂടെ ആയിരിക്കും. നിത്യസുവിശേഷത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 14-ാം അധ്യായം എടുക്കാം. 14-ാം അധ്യായം 6-7 വാക്യങ്ങൾ. 14-ാം അധ്യായം 6-7 വാക്യങ്ങൾ. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതികളും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷം
അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. നിത്യസുവിശേഷത്തിന് എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? ഒന്ന്, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. 2, 3, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, സമയം ചക്കത്തിൽ ഉപയോഗിക്കണം. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞു കൊണ്ടിരുന്നു. ആകാശമധ്യേ നിന്നുകൊണ്ട് ഒരു ദൂതൻ സുവിശേഷം അറിയിക്കുകയാണ്. ഈ ആകാശമധ്യേ നിൽക്കുന്ന ദൂതൻ ഭൂവാസികളുടെ മേൽ ദൈവത്തിന്റെ അന്ത്യന്യായവിധി വരുന്നുവെന്നും അതിനു മുമ്പായിട്ട് സകലരും ദൈവത്തെ നമസ്കരിക്കണമെന്നുമാണ് ഈ ദൂതൻ വിളിച്ചു പറയുന്നത്. ആകാശമധ്യേ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദയപ്പെട്ട് അതിൻ്റെ ശോഭയോടെ കൂടി മധ്യാഹ്ന സമയത്ത് എങ്ങനെയായി സൂര്യനിലെ ദൂതന് നിൽക്കുവാൻ സാധിക്കും? ദൈവം പറഞ്ഞാൽ അത് ചെയ്യുവാൻ സാധിക്കും. സൂര്യനിൽ നിൽക്കുമ്പോൾ ഭൂവാസികൾ മുഴുവനും അവിടെ കാണുവാനിടയാകും. ഒരു മറയുമില്ലാതെ തന്നെ ഈ സുവിശേഷം പറയുന്ന ആളിനെ കാണുവാനിടയാകും. ആകാശമധ്യേ ആകുമ്പോൾ ഏറ്റവും ഉറച്ചു പറയുമ്പോൾ ഭൂവാസികളെല്ലാം കേൾക്കും. സാത്താനും എതിർ ക്രിസ്തുവും കൂട്ടാളികളും വിശ്വാസികളെ ഈ സുവിശേഷമോ ദൈവവചനം പറയുവാനോ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം പറയുവാനോ പീഡനകാലത്ത് അനുവദിക്കത്തില്ല. അങ്ങനെ സാക്ഷ്യം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ അവർ കൊല്ലുവാനിടയാകും. ആ രക്തസാക്ഷികളാണ് ആത്മാക്കൾ യാഗപീഠത്തിന്റെ കീഴിൽ കിടന്ന് നിലവിളിക്കുന്നതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കാണുവാനിടെ. ഹേ നാഥ, വിശ്വസ്തനായ നാഥ, നീ പ്രതികാരം ചെയ്യുവാൻ സമയം അടുത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും അവിടെ ഒരു വെള്ള നിലയങ്കി കൊടുത്തു. അവര് ഇനിയും അല്പസമയം കൂടെ കാത്തിരിക്കണം, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ വരുവാനുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതായിട്ടുക. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ വെള്ള നിലയങ്കി എന്ന് പറഞ്ഞത് അവരെ വന്ന് ആശ്വസിപ്പിക്കുക. നിങ്ങൾ വിശുദ്ധന്മാരാണ്. വെള്ള നിലയങ്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ വിശുദ്ധന്മാരായിട്ട് സ്വർഗം പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കുറച്ചു കാര്യം കൂടി സമയം സമാധാനത്തോടെ ഇരിക്കണം എന്ന് പറയാം. എന്നിട്ട് ഈ ഭൂമിയുടെ മുകളിൽ നിന്ന് പറയുമ്പോൾ അവിടെ ഇന്ന് ഏതെങ്കിലും സുവിശേഷം പറയുന്നെങ്കിൽ ഇവിടെ ഭരണാധികാരികളുടെ അനുവാദം വേണം, മൈക്ക് സാങ്ഷൻ വേണം, ഉച്ചത്തിൽ പറയുവാൻ കുറച്ച് സ്ഥലത്ത്. എന്നാൽ നിത്യ സുവിശേഷം അറിയിക്കുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് വരുന്ന ദൂതന് അവിടെ ആകാശമധ്യേ യാതൊരു തടസ്സവുമില്ലാതെ ഭൂമി മുഴുവനും ദൈവത്തെ ഭയപ്പെടുവാൻ അവിടെ ഉറക്കെ വിളിച്ചു പറയുവാനിടയാകും. അത് വളരെ വേഗത്തിൽ സുവിശേഷം അറിയിക്കുവാൻ. ഈ സുവിശേഷത്തിന് പ്രത്യേകതയുണ്ടത്. ഇത് സർവലൗകികമായതാണ്. ലോകം മുഴുവനും, ഈ ഭാഗത്ത് മാത്രമല്ല, കൊട്ടാരക്കരയോ കൊല്ലോ തിരുവനന്തപുരമോ മാത്രമല്ല, ലോകം മുഴുവനും ഇത് കേൾക്കുവാനിടയാകും. രണ്ടാമത്, ഇതിന്റെ പേരും സുവിശേഷം എന്നാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം, ഗുഡ് ന്യൂസ്. അത് 4 ഭാഗത്തേക്കും വരുന്നതാണ്. ന്യൂസ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, 4 ദിക്കുകളെയും ഒരുക്കുന്നതാണ്. ആ സുവിശേഷം ഈ ദേശം മുഴുവനും അറിയുവാനിടയാകും. ദൂതിന്റെ പേര് നിത്യ സുവിശേഷം. ഇത് മാറ്റമില്ലാത്ത സുവിശേഷമാണ്. സകലകാലത്തേക്കും എന്നേക്കുമുള്ള സുവിശേഷമായതുകൊണ്ടാണ് ഇതിനെ നിത്യ സുവിശേഷം എന്ന് പറയുന്നത്. കാലാകാലങ്ങളായി പ്രസംഗിക്കുന്ന സുവിശേഷം തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം. കൃപയുടെ സുവിശേഷം തന്നെ ഇതിന്റെ അടിസ്ഥാനം. യേശു ക്രിസ്തു രക്ഷകൻ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം. പാപമോചനത്തിനും നിത്യജീവനുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പ്രസ്താവിക്കുവാൻ ഇടയാകും. അതിലെ 3 കാര്യങ്ങൾ: 1, ദൈവത്തെ ഭയപ്പെടുക; 2, ദൈവത്തിന് മഹത്വം കൊടുക്കുക; 3, ദൈവത്തെ നമസ്കരിക്കുക. ഇതാണ് ലോകത്തില് ഒരാൾക്കും എതിർ ക്രിസ്തുവിന് ഈ ദൂതനെ ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ആകാശമധ്യേ നിന്ന് സർവശക്തനായ ദൈവം ഏൽപ്പിച്ച ആ സുവിശേഷ പ്രവർത്തനം പെട്ടെന്ന് തന്നെ ഭൂമി മുഴുവനും നിറയുവാനിടയാകും. കൃപാകാലത്താണെങ്കിൽ നാം ഘോഷിക്കുന്ന സുവിശേഷമല്ല ഈ നടക്കുന്നത്.
നിത്യസുവിശേഷം എന്ന് പറഞ്ഞാൽ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ഭൂമിയിലെ പീഡനകാലത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ മുഖാന്തരം അയക്കുന്നതാണ്. നിത്യന്യായവിധിക്ക് മുമ്പായി അത്യുച്ചത്തിൽ ആ സുവിശേഷം കേട്ട് അനേകര് ദൈവത്തിലേക്ക് വരുവാൻ ഇടയാകും. നമ്മുടെ സുവിശേഷത്തിനെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, രാജ്യത്തിന്റെ സുവിശേഷം. രണ്ട്, കൃപയുടെ സുവിശേഷം. മൂന്ന്, നിത്യസുവിശേഷം. രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം. കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ. അതാണ് രാജ്യത്തിന്റെ സുവിശേഷം. സ്വർഗരാജ്യം വരേണമേ എന്ന് പറഞ്ഞ് ആ സുവിശേഷം രാജ്യത്തിന്റെ സുവിശേഷമാണ്. എന്നാൽ നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ ഏകയാഗമായിട്ട് മരിച്ച് ആ ജീവൻ നമുക്ക് വേണ്ടി തന്നു. ഒരു രക്ഷാമാർഗം ഒന്ന് ഉണ്ടാക്കി. എബ്രായ ലേഖനകാരൻ പറയുന്നത്, ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി ഒരു പുതിയ വഴി, ഒരു പുതിയ രക്ഷാമാർഗം ഉണ്ടാക്കി. അതാണ് കൃപയുടെ സുവിശേഷം. എന്നാൽ ഈ കൃപയുടെ സുവിശേഷം രക്ഷിക്കപ്പെട്ടവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ, ഉത്പ്രാവണത്തിൽ എടുക്കപ്പെടുമ്പോൾ അത് നിൽക്കുവാൻ ഇടയാകും. എന്നാലും ഈ കരുണാസമ്പന്നനായ ദൈവം എതിരാളികളെ രക്ഷിക്കുവാനായിട്ട് വീണ്ടും നോക്കുന്നു. ഇന്നലെ ഞാൻ 21 ന്യായവിധികളിൽ ഓരോന്നും ചെയ്യുമ്പോൾ അവിടെ പറയുന്നത്, അവർ മാനസാന്തരപ്പെട്ടില്ല. ഒരു കൂട്ടരവിടെ അവർ പറയുന്നത് മരണത്തെ ആഗ്രഹിക്കുന്നു, മരണത്തെ കൊതിക്കുന്നു, നടക്കുകയില്ല. ഓടി നടന്ന് ബസ്സിന്റെ മുമ്പിലേക്ക് ചാടുവാനും ട്രെയിനിന്റെ മുമ്പിലേക്ക് ചാടുവാനും ഒരുപക്ഷെ കടലിൽ ചാടുവാനും ഒക്കെ ശ്രമിക്കും. കാരണം തേളുപോലെ ഒരു ജന്തു വന്ന് കുത്തി അതിവേദനയോടെ ലോകം മുഴുവനും ഓടുന്ന ഒരു പ്രക്രിയ. എന്നാലും ആ സമയത്ത് ദൈവം പറയും, അവർ മാനസാന്തരപ്പെട്ടില്ല എന്ന് വീണ്ടും പറയുന്നു. എന്നാൽ കുറച്ചുപേര് ഈ ദൈവഭാഗത്തേക്ക് വരും, അവരെ മാറ്റി നിർത്തും, അവരെ ഒരുപക്ഷെ ഈ എതിർ ക്രിസ്തു അവരെ കൊന്നുകളയും, അവരെ രക്തസാക്ഷികളായിട്ട് തീരുവാനിടയാകും. എന്നാൽ ഈ സഭാകാലം കഴിഞ്ഞ് ഈ വരുന്നവര് മണവാട്ടി സഭയുടെ അംഗങ്ങളല്ല. അവര് സ്വർഗത്തിൽ പ്രവേശനം കിട്ടും. നിത്യമായ തീപ്പൊയ്കയിലേക്ക് പോകാതെ അവര് സംരക്ഷിതരാകും. അവര് എന്നുള്ളതാണ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം രാജ്യസ്ഥാപനത്തോടുള്ള സുവിശേഷമാണ്. എന്നാൽ കൃപയുടെ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തു കൃപയാൽ ദാനമെന്ന നിലയിൽ നൽകിയ സുവിശേഷമാണ്. സഭ എടുക്കപ്പെട്ട ശേഷം മഹാപീഡനകാലം എതിർ ക്രിസ്തുവിന്റെ വാഴ്ചയിൽ രാജ്യത്തിന്റെ സുവിശേഷം വീണ്ടും പ്രസംഗിക്കും. മത്തായി 24:14 വായിക്കാം. മത്തായി 24:14, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഇനി രണ്ടാമത്, ഒന്ന് രാജ്യത്തിന്റെ സുവിശേഷം, രണ്ടാമത് കൃപയുടെ സുവിശേഷം. കൃപയുടെ സുവിശേഷം എവിടെയാണ് എഴുതിയിരിക്കുന്നത്? പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യം. ന്യായപ്രമാണം മാറുന്നു, കർത്താവ് ക്രൂശിൽ മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ന്യായപ്രമാണത്തിന്റെ എല്ലാ നുകങ്ങളെയും പൊട്ടിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു രക്ഷ ഒരുക്കി കൃപാകാലത്തെ സുവിശേഷത്തിന് ആരംഭം കുറിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാമോ? ദൈവകൃപയുടെ സുവിശേഷം, കൃപയുടെ സുവിശേഷമാണത്. രാജ്യത്തിന്റെ സുവിശേഷം, കൃപയുടെ സുവിശേഷം, അത് സഭ എടുക്കപ്പെട്ടതിന് ശേഷം പോകുന്നു. മൂന്നാമത് വരുന്ന നിത്യ സുവിശേഷം, കൃപയുടെ സുവിശേഷം. അത് നമുക്കറിയാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുക. അതിന് നിങ്ങൾ കാരണമല്ല, അത് ദാനമാണ്, നമ്മുടെ യാതൊരു പ്രവൃത്തിയുമല്ല. കൃപ കൊണ്ടുമാണ് നാം ഈ ദൈവസന്നിധിയിലേക്ക് വരുവാനിടയായത്.
ഇനി മൂന്നാമത് നിത്യ സുവിശേഷം. ഇംഗ്ലീഷിൽ അതിൽ എവർലാസ്റ്റിംഗ് ഗോസ്പൽ എന്നാണ് പറയുന്നത്. നിത്യ സുവിശേഷം, എന്നേക്കും നിലനിൽക്കുന്ന നിത്യജീവൻ നൽകുന്നതായ സുവിശേഷം. കൃപയുടെ സുവിശേഷവും നിത്യജീവന്റെയാണ്. എന്നാൽ നിത്യ സുവിശേഷവും നിത്യജീവന്റെ കാര്യങ്ങൾ തരുന്നതാണ്. അതിലെ പ്രധാന സന്ദേശം ഞാൻ 3 സന്ദേശം പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തെ സൃഷ്ടാവെന്ന നിലയിൽ ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളെയും നദികളെയും എല്ലാം സൃഷ്ടിച്ചവനായ സൃഷ്ടാവായ ദൈവത്തെ നമസ്കരിക്കുക. 1, ദൈവത്തെ ഭയപ്പെടുക. 2, ദൈവത്തിന് മഹത്വം കൊടുക്കുക. 3, സൃഷ്ടാവെന്ന നിലയില്. പീഡനകാലത്ത് സൗരയൂഥങ്ങൾക്ക് മാറ്റം വരുന്നു. കടലിലും നദികളിലുമെല്ലാം രക്തമായി തീരുന്നു. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല. അന്നേരം പറയുകയാണ്, ഈ സകല വെള്ളത്തിന്റെ ഉറവകളെയും സൃഷ്ടിച്ച ഈ ദൈവത്തെ നമസ്കരിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു സുവിശേഷമുണ്ട്, വേറൊരു സുവിശേഷം. അതിപ്പോഴും നടക്കുന്നുണ്ട്. അതെന്താണ്? ബൈബിളിനെതിരായിട്ട്, ദൈവവചനത്തിനെതിരായിട്ട്, ദൈവമക്കൾ പ്രസ്താവിക്കുന്നതിനെതിരായിട്ട് ഉള്ള ഒരു സുവിശേഷത്തിന്റെ പേരാണ് വേറൊരു സുവിശേഷം, എ ഡിഫറന്റ് ഗോസ്പൽ. അത് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിലും 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലും 4ഉം 5ഉം വാക്യങ്ങളിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് സുവിശേഷം എന്ന് പേരുണ്ടെങ്കിലും നിർമ്മല സുവിശേഷത്തിന്, സത്യത്തിന്റെ സുവിശേഷത്തിന്, സമാധാനത്തിന്റെ സുവിശേഷത്തിന് എതിരായ അത് ദുരുപദേശക്കാർക്കും പാപികൾക്കും ചതിക്കുഴിയിൽ അകപ്പെടുന്നത് ഈ സുവിശേഷത്തിലാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് എത്രയൊക്കെ നല്ലത് പറഞ്ഞാലും അത് വേറൊരു വർത്തമാനമാണ്, വേറൊരു സുവിശേഷമാണ്. അപ്പോസ്തലനായ പൗലോസ് വിശേഷിപ്പിക്കുന്നത് സത്യസുവിശേഷത്തിനെതിരായിട്ടുള്ളത്, അതായത് ദുരുപദേശം എന്നാണ് പറയുന്നത്. അതൊരു വാക്യം 2 കൊരിന്ത്യർ 11-ാം അധ്യായം 4-5. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 4-5. മറ്റൊരു യേശുവിനെ വേറൊരു സുവിശേഷം, അതായത് യേശു ക്രിസ്തുവിനെ അല്ലാതെ പറയുന്ന എല്ലാ സുവിശേഷമെന്ന് നല്ല പേരെന്നുണ്ടെങ്കിലും അത് വേറൊരു സുവിശേഷമാണ്. അത് നാശത്തിന്റെ സുവിശേഷമാണ്, ദൈവകോപം വാങ്ങിക്കുന്ന സുവിശേഷമാണ്. രക്ഷിക്കപ്പെടുന്നവർ വിശ്വാസം മാത്രം പോരാ, പ്രവർത്തികൾ വേണം, ഓരോ കാര്യങ്ങളും കൂടി ചെയ്യണം എന്ന് പറയുന്നതാണ് വേറൊരു സുവിശേഷം. നമ്മുടെ സുവിശേഷത്തെ പറയുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതല്ല പറയുന്നത്. രക്ഷിക്കപ്പെട്ട മാത്രം പോരാ, അതിന്റെ കൂടെ ചില അനുഷ്ഠാനങ്ങൾ ചെയ്യണം, പലതും കണ്ടീഷനായിട്ട് ചെയ്യണം. അതാണ് വേറൊരു സുവിശേഷം എന്ന് പറയുന്നത്. ഇത് അങ്ങനെ സുവിശേഷം പറയുന്നവരെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അങ്ങനെ സുവിശേഷം പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. ദൈവത്തിനെതിരായിട്ട് പറയുന്ന സുവിശേഷത്തിന് അനേകം പേരുണ്ട്. ഇപ്പോഴും നമ്മുടെ കൃപയുടെ സുവിശേഷം, നിത്യ സുവിശേഷം ഇത് പറയുമ്പോൾ അത് സമാധാനത്തിന്റെ സുവിശേഷമാണ്, അത് സത്യത്തിന്റെ സുവിശേഷമാണ്. ഇങ്ങനെ അനേക സുവിശേഷങ്ങളെ കുറിച്ച് നാം തിരുവചനത്തിൽ കാണുന്നു. നിത്യസുവിശേഷത്തിന്റെ പ്രത്യേകത പറഞ്ഞു. അവിടെ മഹാപീഡനകാലത്ത് ദൈവം അയക്കുന്ന ഒരു ദൂതൻ ആകാശമധ്യേ നിന്ന് ഭൂമിയിൽ വിളിച്ചു പറയുകയാണ്, സകല പാപികളുമായവര് ഈ ദൈവത്തിങ്കിലേക്ക് നോക്കണം, ദൈവത്തെ ഭയപ്പെടണമെന്നാണ് പറയുന്നത്. അത് ഞാനതൊന്നും കൂടെ വായിക്കാം. 14-ാം അധ്യായം 6-7 വാക്യങ്ങൾ. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികൾ, വെളിപ്പാട് പുസ്തകത്തിൽ ഭൂവാസികൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവർ, അവിശ്വാസികൾ. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ഒന്നാമത് ദൈവത്തെ ഭയപ്പെടുക, രണ്ടാമതോടെ പറയുന്ന അവന് മഹത്വം കൊടുക്കുക,
പിന്നീട് പറയുന്നത് നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പേൻ എന്ന് പറയുന്നു. അവിടെ ആകാശവും ഭൂമിയും സമുദ്രം ഉണ്ടാക്കിയതിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ അവിടെ പീഡനകാലത്ത് ദൈവത്തിന്റെ ന്യായവിധി ഈ ഒരു ജലസ്രോതസ്സുകളിലേക്ക് വീഴുമ്പോൾ അതൊക്കെ രക്തമായി തീരും, കാഞ്ഞിരം പോലെ കയ്പുള്ളതായി തീരും. മനുഷ്യനത് കുടിക്കുവാൻ പറ്റത്തില്ല. രക്തം സമുദ്രത്തിലാകുമ്പോൾ അത് ഐസ് പോലെ ആയിത്തീരും. രക്തം കട്ട പിടിക്കുന്നത് പോലെ ഐസ് കഷണങ്ങളായിത്തീരും. വാഹനയാത്ര പറ്റത്തില്ല, കപ്പലുകൾ പോകാൻ പറ്റത്തില്ല, മത്സ്യങ്ങൾ മുഴുവനും ചത്തുപോകും. അങ്ങനെയുള്ള ഒരവസ്ഥ, ഇതിനെയൊക്കെ മാറ്റിമറിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ഈ നിത്യസുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിപ്പേൻ എന്നാണ് ദൂതൻ ആകാശമധ്യേ വിളിച്ച് പറയുന്നത്. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ. ഇനി അടുത്ത നിത്യസുവിശേഷം കഴിഞ്ഞ് അവിടെയും ദൈവം നിർത്തുന്നില്ല. ദീർഘക്ഷമയുള്ള ദൈവം 144,000 പേരെ അവിടെ ജീവനുള്ള ദൈവത്തിന്റെ മുദ്ര നെറ്റിയിൽ പതിച്ച് വേർതിരിക്കുന്നു. അവരെ ആർക്കും തന്നെ, എതിർ ക്രിസ്തുവിന് ആർക്കും തന്നെ കൊല്ലുവാൻ സാധിക്കുകയില്ല. ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും 144,000 പേരെ, 12,000 വീതം 12 ഗോത്രത്തിൽ നിന്ന് 144,000 പേരെ. അത് 7-ാം അധ്യായം 1-ാം വാക്യവും 14-ാം വാക്യം 1-ാം വാക്യത്തിലും രണ്ടിടത്തും പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്ന സിയോൻ മലയിൽ കുഞ്ഞാടുമായിട്ട് 144,000 പേര് നിൽക്കുന്ന കാഴ്ചയാണ്, സന്തോഷത്തിന്റെ കാഴ്ചയാണ് കാണുന്നത്. 7-ാം അധ്യായത്തിൽ പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ മുദ്ര നെറ്റിയിൽ പതിക്കുന്ന ഇസ്രായേൽ ഗോത്രത്തിലെ 12 ഗോത്രങ്ങളിലെ 12,000 പേര്. 7-ാം അധ്യായം 1-ാം വാക്യം ഞാൻ ഒന്ന് വായിക്കാം. 7-ാം അധ്യായം അതിന്റെ ശേഷം, 7-ാം അധ്യായം അതിന്റെ ശേഷം, അതായത് 6-ാം മുദ്ര പൊട്ടിച്ച ശേഷം, 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സൗരയൂഥം മുഴുവനും മാറിമറിയുവാനിടയായി, ഭൂകമ്പമുണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കടുത്തു, ചന്ദ്രൻ മുഴുവനും രക്തനിറമായി, നക്ഷത്രങ്ങൾ വീണു, ആകാശം മാറിപ്പോയി. അങ്ങനെയുള്ള ഒരു സമയത്ത് പ്രകൃതിയെ മാറ്റിമറിക്കുവാൻ കരുത്തനായ ദൈവമുണ്ട്. ആ ദൈവം അടുത്ത സുവിശേഷമാണ് ഈ 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്. അതിന്റെ ശേഷം, ഈ ന്യായവിധിക്ക് ശേഷം, ഭൂമിന്മേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും, വീണ്ടും അവിടെ പറയുന്നത് അവിടെ 3-ാം വാക്യത്തിൽ 4 നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത്. അവിടെ 144,000 പേരെ മുദ്രയിട്ട്. അവരെ എന്തിനാണ് മുദ്രയിടുന്നത്? ആ പീഡനകാലത്തിലെ ദൈവത്തിന്റെ സുവിശേഷം എല്ലാ മുക്കിലും മൂലയിലും ഈ മുദ്ര കണ്ടുകൊണ്ട് ആർക്കും അവരെ കൊല്ലുവാൻ സാധിക്കുകയില്ല. അതിനാണ് മുദ്രയിട്ടത്. അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്നില്ല. അത് കഴിഞ്ഞ് സ്വർഗത്തിൽ നിന്നും ദൈവം 2 സാക്ഷികളെ ഭൂമിയിലേക്ക് അയക്കുന്നു. 11-ാം അധ്യായം 3-ാം വാക്യം. സ്വർഗത്തിൽ നിന്ന് 2 സാക്ഷികളെ ഭൂമിയിലേക്ക് അയക്കുന്നു. 11-ാം അധ്യായം 3-ാം വാക്യം. അവർ ഭൂമി കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 വലിയ പുരുഷനും 2 നിലവിളക്കും ആകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്താൽ ദൈവം നിശ്ചയിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കും. അവിടെ 2 സാക്ഷികൾക്ക് ദൈവം വരം നൽകുന്നു. ദൈവം ആ വരം നൽകുന്നത് 1260 ദിവസം എന്ന് പറഞ്ഞാൽ 3.5 വർഷത്തേക്ക്. മഹാപീഡനകാലത്ത്, ആദ്യത്തെ പീഡനകാലം, സാധാരണ പീഡനകാലം കഴിഞ്ഞു. അത് കഴിഞ്ഞ് മഹാപീഡനകാലം 3.5 വർഷമാകുമ്പോഴത്തേക്ക് 2 സാക്ഷികളെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കുന്നു. അന്ത്യകാലത്തെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ രക്ഷാമാർഗം ദൈവം ഒരുക്കുകയാണ്. പീഡനകാലത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇന്ന് സഭായുഗത്തില് പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിയിലും ആയിരിക്കുന്നു. എന്നാൽ സഭ എടുക്കപ്പെട്ട ശേഷം പരിശുദ്ധാത്മാവ് ഇവിടെ നിന്നും സ്വർഗത്തിലേക്ക് സിംഹാസനത്തിനടുത്തേക്ക് ചെല്ലുന്നതായിട്ട് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നാം കാണുന്നു. എന്നാൽ ഈ പീഡനകാലത്ത് സഭായുഗത്തിൽ എന്നതുപോലെ കൃപാകാലത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. പീഡനകാലത്ത് പ്രവർത്തനത്തിനാണെങ്കിൽ പഴയ നിയമകാലത്ത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം? അപ്രകാരമായിരിക്കും. പഴയ നിയമകാലത്ത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ്? ശിംശോന്, ഗിദയോന്,
ഒക്കെ പ്രവർത്തിക്ക്. അവർ വിചാരിച്ചതിനും അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഓരോരോ സമയങ്ങളിൽ അവർക്ക് അയച്ചു കൊടുത്തു. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നതിന് ശേഷം ഇന്ന് വിശ്വാസികളിൽ വസിക്കും. സഭ എടുക്കപ്പെട്ട ശേഷം പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് സിംഹാസനത്തിനടുത്ത് ഇവിടെ കയറി വരിക എന്ന് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. അത് കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ 7 ആത്മാക്കൾ അവിടെ നിൽക്കുന്ന 7 ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അതിന്റെ പൂർണ്ണതയിൽ 7 എന്ന് പറയുന്ന സമ്പൂർണതയെ കാണിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സമ്പൂർണ്ണ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവിടെ സ്വർഗസിംഹാസനത്തിൽ നിൽക്കുകയാണ്. ഇവരെ പറയുന്നത് 2 വൃക്ഷങ്ങളും 2 നിലവിളക്കുകളും എന്നാണ് പറയുന്നത്. ഫലം തരുന്ന വൃക്ഷങ്ങളും വെളിച്ചം തരുന്ന നിലവിളക്കുകളുമായ 2 അഭിഷിക്തന്മാരാണ് ഇവിടെ ഭൂമിയിലേക്ക് വരുന്നത്. 1260 ദിവസം അവർ പ്രവചനം പറയുവാൻ ദൈവം വരം നൽകി. പ്രവചനം എന്തായിരിക്കാം? ദുഃഖത്തിൻ്റെത്, ന്യായവിധിയുടേത്, അതുമല്ല നിത്യജീവന്റെ സന്ദേശമായിരിക്കും അവിടെ അയക്കുന്നത്. ഭൂവാസികളോട് ദൈവത്തിന്റെ ദയ, കരുണ ആയിരിക്കും. ഇനി അടുത്തത് ഞാൻ അടുത്ത 17-ാം അധ്യായത്തിലേക്ക് കയറുകയാണ്. കുഞ്ഞാടിന്റെ കല്യാണവും കല്യാണ സദ്യയും മഹാദൈവത്തിന്റെ അത്താഴവും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇതൊക്കെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കുഞ്ഞാടിന്റെ കല്യാണവും കുഞ്ഞാടിന്റെ വിവാഹ സദ്യയും ഏറ്റവും വിശുദ്ധന്മാർക്ക് സന്തോഷം പകരുന്ന ഒരു അവസരമാണ്. എന്നാൽ മഹാദൈവത്തിന്റെ അത്താഴം എന്ന് പറയുന്നത് ഭൂമിയിൽ ദൈവത്തെ ചവിട്ടിക്കളഞ്ഞ് നിരാകരിച്ച് അനുസരിക്കാത്ത ദുഷ്ടന്മാരുടെ കൂട്ടക്കൊലയാണ് നടക്കുവാൻ പോകുന്നത്. വലിയ സന്തോഷത്തിന്റെ നാളുകൾ സ്വർഗത്തിൽ നടക്കുമ്പോൾ ഭൂമിയിൽ മഹാദുഃഖം നടക്കുവാൻ പോകുകയാണ്. കുഞ്ഞാടിന്റെ കല്യാണം. കുഞ്ഞാടിന്റെ കല്യാണം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തില് അത് വിശദമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലാണ് പറയുന്നത്. അത് കുഞ്ഞാടിന്റെ കല്യാണവും കല്യാണ സദ്യയും. സകല വിശുദ്ധന്മാരും സ്വർഗത്തിലേക്ക് എടുത്ത വാനമേഘങ്ങളിൽ വന്ന കർത്താവിനോടൊപ്പം പുനരുത്ഥാനം പ്രാപിച്ച വിശുദ്ധന്മാർ കർത്താവിനോടൊപ്പം സ്വർഗത്തിലേക്ക് ചെന്ന് അവിടെ സ്വർഗീയ ഭാഗ്യം കണ്ട് അങ്ങനെ നിൽക്കുന്നു. ആനന്ദം കൊണ്ട് അവിടെ വലിയ നിലയിലായിരിക്കുന്നു. എന്നാൽ മഹാദൈവത്തിന്റെ അത്താഴം എന്ന് പറയുന്ന ദൈവത്തിൻ്റെയും ദൈവമക്കളുടെയും ശത്രുക്കളായ അവ ആൾക്കാരുടെ കൂട്ടക്കൊലയാണ് അവിടെ കാണിക്കുന്നത്. കുഞ്ഞാടിന്റെ കല്യാണം, സഭ ക്രിസ്തുവിന്റെ മണവാട്ടി. യേശു ക്രിസ്തു തന്റെ ജീവൻ നൽകിയാണ് സഭയെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. വിവാഹ നിശ്ചയം എപ്പോൾ നടന്നോ? അപ്പോസ്തലനായ പൗലോസ് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിവാഹ നിശ്ചയം നടന്നത് എപ്പോഴാണ്? രക്ഷാനാളിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഇനി വിവാഹം നടക്കുന്നത് സ്വർഗത്തിലാണ്. ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ആത്മീയ ഭാഷയില് വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്നതാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-ാം വാക്യം 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. രക്ഷിക്കപ്പെടുന്ന നാളിൽ ഒരു ഉടമ്പടി ചെയ്യുക. കർത്താവേ, ഈ ഭൂമിയിലേക്ക് അങ്ങ് വന്ന് എന്നെ രക്ഷിപ്പാനായിട്ട് വന്നതാണ്. എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു. ഇന്നു മുതൽ കർത്താവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുന്നു. ഞാൻ ഇന്നു മുതൽ ദൈവത്തിന്റെ വഴിയിൽ നടക്കാം എന്ന ഉടമ്പടി ചൊല്ലി അവിടെ കർത്താവിനോട് ഉടമ്പടി ചെല്ലുമ്പോൾ അവിടെ വിവാഹ നിശ്ചയം നടക്കുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹമുണ്ട്. അത് നടക്കുവാൻ പോകുകയാണ്. അതിന്റെ പ്രാരംഭമായിട്ട് കർത്താവായ യേശു ക്രിസ്തു വരണം. സഭയുടെ പുനരുത്ഥാനം നടക്കണം. 1-ാം പുനരുത്ഥാനം നടക്കണം. പുനരുത്ഥാന നിര തന്നെ പലതുണ്ട്. പ്രധാനമായിട്ടും 2 നിരയാണുള്ളത്. ഒന്ന്
ജീവന്റെ പുനരുത്ഥാനവും, ഒന്ന് മരണത്തിന്റെ പുനരുത്ഥാനവും, ഒന്ന് നിത്യജീവന്റെ പുനരുത്ഥാനം. ക്രിസ്തു എന്നാണ് ആദ്യ ഫലമായി പുനരുത്ഥാനം പ്രാപിച്ചത്. അതിനുശേഷം ക്രിസ്തുവിനുള്ളവർ എല്ലാവരും, സകലവിധ രക്ഷിക്കപ്പെട്ടവരും, അനേക നിരയുണ്ട്. ആ നിരകളാണ് ഒന്നാം പുനരുത്ഥാനം. എന്നാൽ രണ്ടാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണോ? അല്ലേ, അല്ല. അയ്യോ, അത് വലിയൊരു ശാപത്തിന്റെ ഇതാണ്. രണ്ടാം പുനരുത്ഥാനം വെള്ള സിംഹാസനത്തിലേക്ക് ഇടുവാനായിട്ട് അവരെ ജീവിപ്പിക്കുകയാണ്. ഒന്നാം പുനരുത്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ മരിച്ചവരും ജീവനോടിരിക്കുന്നവരും ഒരുമിച്ച് ആകാശങ്ങളിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും, പുതുപുത്തൻ ശരീരം ലഭിക്കും. അത് ഒന്നാം പുനരുത്ഥാനം. സകലകാല വിശ്വാസികൾ, അബ്രഹാം മുതൽ അനേക വിശ്വാസികളും ഇത് കാത്തുകൊണ്ടിരുന്നതാണ്. ചുരുക്കത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു, പഴയ നിയമ വിശ്വാസികളും ഈ പുനരുത്ഥാനത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ മോശയുമൊക്കെ അത് നോക്കിക്കൊണ്ടിരിക്കുക. മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ വസിച്ചു, അവിടെയുള്ള എല്ലാം പഠിച്ചു കഴിഞ്ഞെങ്കിലും അത് കഴിഞ്ഞിട്ട് മോശ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പറയുന്ന എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തുവിന്റെ നിന്ന ഏറ്റവും വലുതെന്ന് പറഞ്ഞ് സകലതും ചപ്പും ചവറുമെന്ന് എങ്ങനെ അറിയാം? എത്രയോ വർഷം കഴിഞ്ഞ് ജനിച്ച ക്രിസ്തുവിനെ കുറിച്ച് മോശയ്ക്കറിയാം. ദൈവം പറഞ്ഞു കൊടുത്തു. അന്നേരം പഴയ നിയമ പിതാക്കന്മാർക്കെല്ലാം ഇങ്ങനെ ഒരു നല്ല കാലത്തെക്കുറിച്ച്, ക്രിസ്തു വരുമെന്നുള്ള കാലത്തെക്കുറിച്ച് അറിയാം. എല്ലാം അബ്രഹാമിനോട് ദൈവം മറച്ചു വെച്ച കാര്യങ്ങളൊന്നുമില്ല. സ്നേഹിതനെ പോലെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ പഴയ നിയമ വിശുദ്ധന്മാരും അത് പല ഒരു തർക്ക വിഷയമാണ്. എന്നാലും തിരുവചന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയാം, പഴയ നിയമ വിശുദ്ധന്മാരും ഒന്നാം പുനരുത്ഥാനത്തിലുണ്ട്. എന്നാൽ കല്യാണം നടക്കുമ്പോൾ ആരാണ് കല്യാണം? കർത്താവായ യേശു ക്രിസ്തു സഭയുമായിട്ടുള്ള വിവാഹം നടക്കുമ്പോൾ വേദിയിൽ ആൾക്കാർ വേണമല്ലോ. അവരാണ് പഴയ നിയമ വിശുദ്ധന്മാരും. കുറെ പേര് അവരെ സ്നേഹിതൻ എന്ന് പറയും. അവരെല്ലാം ഇവിടെ ഇരിക്കും. എന്നാൽ മണവാട്ടി പദം അലങ്കരിക്കുന്നത് പുതിയ നിയമസഭ മാത്രമായിരിക്കും. പഴയ വിശുദ്ധന്മാർ എല്ലാവരും തന്നെ ആ കല്യാണ വേദിയിലുണ്ട്, അവിടെ ഉണ്ടായിരിക്കും, ചുറ്റും ഇരുന്ന് അവരും സന്തോഷിക്കുകയാണ്. നമുക്കാണ് ഏറ്റവും വലിയ പദവി ലഭിച്ചിരിക്കുന്നത്. വേറൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ വിവാഹം എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ ഇതുപോലെ രണ്ടുപേരിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് പോലെ ഒന്നുമില്ല. അതിൽ അടങ്ങിയിരിക്കുന്ന യഹൂദന്മാരുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അനേക പടികൾ, ചടങ്ങുകളുണ്ട്. അതിനോടുള്ള ബന്ധത്തിലാണ് എൻ്റെ കർത്താവ് 2025 വർഷമായിട്ട് സ്ഥലമൊരുക്കുവാൻ പോകുകയാണ്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണിന് ഒരു ഭവനമുണ്ടാക്കണം. യഹൂദ പശ്ചാത്തലത്തിൽ ആ ഭവനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ. വെളിപ്പാട് പുസ്തകത്തിൽ നോക്കുമ്പോൾ മുത്തുകളാൽ നിർമ്മിതമായിട്ടുള്ള മനോഹര സൗധം അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നാം പോകും. അവിടെ വിവാഹം നടക്കും. വിവാഹം എന്ന് പറയുന്നത് പ്രത്യേകം ഓർക്കേണ്ടത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കളങ്കമില്ലാത്ത പവിത്രമായ സ്നേഹബന്ധത്തെ കുറിക്കുവാനാണ് കല്യാണം എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ കല്യാണമൊന്നും മിന്നുകെട്ടോ കൈപിടിക്കുകയോ അങ്ങനൊന്നും ഇല്ല. അവിടെ ആ പവിത്രമായ ബന്ധം സ്ഥാപിക്കുകയാണ്. വിട്ടുപിരിയാനാവാത്ത ഒരു ബന്ധം. അതല്ലേ വിവാഹത്തിൽ പറയുന്ന ജീവപര്യന്തം, മരണപര്യന്തം. മരണത്താലല്ലാതെ വേർപിരിയില്ല. അത് തന്നെയാണ് വിവാഹത്തിൽ അവിടെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായ സഭ നിഷ്കളങ്ക കന്യകയായി മണവാളനായിട്ട് ഇന്ന് കാത്തിരിക്കുന്നു. മണവാളനായ ക്രിസ്തു വനമേഘങ്ങളിൽ വരും. സ്വർഗീയ ഭവനത്തിലേക്ക് നാം പോകും. പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുക. അവിടെ വെച്ച് വിവാഹവും വിവാഹ സദ്യയും നടക്കും. വിവാഹം നടക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് യഹൂദ പശ്ചാത്തലത്തിലുള്ള കാര്യമാണ്. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ഭൂമിയിലെ വിവാഹമായിട്ടൊന്നും നോക്കാൻ പാടില്ല. അവിടെ ആ പവിത്രമായ ബന്ധം, സ്നേഹം, വിട്ടുപിരിയാത്ത അവസ്ഥ ഇത് കാണിക്കുവാനായിട്ടാണ് അപ്പനെയും അമ്മയെയും വിട്ട് ഒരു ശരീരമായി പറ്റിച്ചേരുമെന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവുമായിട്ട് നമ്മളെല്ലാം ഒരുമിച്ച് ജീവിക്കുന്നത് പോവുകയാണ്. അവിടെ ഞാൻ ദൈവാലയം കണ്ടില്ല. അവിടെ എല്ലാം ദൈവാലയമാണ്.
അവിടെ എല്ലാം ആരാധന സ്ഥലമാണ്. സൂര്യന്റെ ആവശ്യമില്ല, ചന്ദ്രന്റെ ആവശ്യമില്ല. ആ നിലയിലാണ് സ്വർഗീയ യെരുശലേം അവിടെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7 മുതൽ 9 വരെ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. അവിടെ പീഡനകാലം കഴിഞ്ഞു, വിശുദ്ധന്മാർ സ്വർഗത്തിൽ ഇരിക്കുന്നു. സ്വർഗത്തിൽ ഇരുന്ന് അവിടെ പറയുകയാണ്, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കാന്ത ഒരുക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ്? രക്ഷിക്കപ്പെട്ട നാളിൽ ഒരു രക്ഷാവസ്ത്രം ലഭിക്കുവാനിടയായി. ആദാം ഹവ്വ പാപം ചെയ്തപ്പോൾ തോൽ കൊണ്ടൊരു ഉടുപ്പ്, അവർക്ക് മൃഗത്തെ കൊന്ന് തോൽ കൊണ്ടൊരു ഉടുപ്പ് ധരിപ്പിച്ചു. അത് രക്ഷാവസ്ത്രത്തിന്റെ ഒരു പ്രതീകമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട നാളിൽ നമ്മളെ ഒരു രക്ഷാവസ്ത്രം അണിയിക്കുകയാണ്. 144,000 പേരെ ജീവനുള്ള ദൈവത്തിന്റെ മുദ്ര പതിക്കുന്നത് പോലെ രക്ഷാവസ്ത്രം തന്ന ദൈവം നമ്മളെ വിശുദ്ധന്മാരാക്കി തീർത്തിരിക്കുകയാണ്. നാം സന്തോഷിച്ചവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നല്ലോ. എപ്പോഴും കുഞ്ഞാടിന്റെ പറയുന്നത് എന്താണ്? അത് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കേണ്ടത്, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിച്ച അനുഭവം സ്വർഗത്തിൽ ചെന്നാലും ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ കാണണം. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് ഭൂമിയിൽ വധുവിനെ ഒരുക്കുന്നത്, മണവാട്ടിയെ ഒരുക്കുന്നത് പലരാണ്. എന്നാൽ ഇവിടെ ആരാണ് ഒരുക്കുന്നത്? തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ആ വസ്ത്രത്തിന്റെ ഓരോ ഇഴകളായിട്ട് രൂപപ്പെടുകയാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് ശുഭ്രവും ശുദ്ധ വിശേഷ വസ്ത്രം, കൃപ ലഭിച്ചു. രക്ഷാവസ്ത്രം ലഭിക്കാൻ കൃപ ലഭിച്ചു. അടുത്ത വസ്ത്രം ലഭിക്കാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം ഏതാണ്? വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വിശുദ്ധനല്ല, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ നീതി വസ്ത്രം ആ എംബ്രോയിഡറി വർക്ക് പോലെ ഒരു തുണിയില് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതുപുത്തൻ നല്ലൊരു വസ്ത്രം ലഭ്യമുണ്ടാകുവാനിടയാകും. ആ വസ്ത്രം വിശുദ്ധിയുടെ വസ്ത്രം. ഒന്നാമത്തെ വസ്ത്രം രക്ഷാവസ്ത്രം. ഇവിടെ വിശുദ്ധന്മാർക്ക് വിശേഷ വസ്ത്രമാണ്. ഇനി 9-ാം വാക്യം, പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക. അവര് നിത്യം ഭാഗ്യവാന്മാരാണ്. കുഞ്ഞാടിന്റെ കല്യാണം സന്തോഷത്തിന്റെ വേളയാണ്. അത് 1-2 ദിവസം കൊണ്ടല്ല കല്യാണമൊക്കെ തീരുന്നത്, 2-3 മാസമല്ല തീരുന്നത്. അത് കഴിഞ്ഞ് ഈ കല്യാണം കഴിഞ്ഞ് അവര് ഒരു ഉല്ലാസ ട്രിപ്പ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ ദൂരദേശത്തേക്കൊക്കെ പോകാറുണ്ട്. ആ സമയത്ത് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരും. അവിടെ വെച്ചാണ് അർമഗദോൻ യുദ്ധത്തില് തന്റെ മണവാട്ടിയുമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. യൂഫ്രട്ടീസ് നദിയില് ദൈവം ഒരു കലശമൊഴിക്കുമ്പോൾ യൂഫ്രട്ടീസ് നദി പിരിഞ്ഞ് വെള്ളം മുഴുവനും വറ്റി കിഴക്ക് നിന്നും വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കി അവിടെ വരുവാനിടയായി. അവിടെ എല്ലാം ഒരു കൂട്ടക്കുരുതി നടക്കും. ഇവിടെ പറയാം, അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എഴുതുക. ഇത് ദൈവത്തിന്റെ സത്യവചനം. വീണ്ടും പറയുകയാണ്, ഈ പറഞ്ഞതും സത്യവചനമാണ്, ഒരു കാരണവശാലും മാറ്റപ്പെടുകയില്ല. ആരും സംശയിക്കേണ്ട കാര്യമേ ഇല്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്, സത്യവചനമാണെന്ന് അവിടെ പ്രസ്താവിക്കുന്നു. 19-ാം അധ്യായത്തില് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ 4 ഹല്ലേലൂയ പറയുന്നുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. അവിടെ വിശുദ്ധന്മാരെല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് 4 തവണ ഉറക്കെ വിളിച്ചു പറയുന്നു. അവിടെ 19-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഭൂമിയെ വട്ടാക്കിയ മഹാവേശിക്ക് അവൻ ശിക്ഷമരിച്ചു. തന്റെ ദാസന്മാരുടെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട്
അത് മഹദിയാം ബാബിലോണിന്റെ നാശത്തെക്കുറിച്ച്, മതപരമായ ബാബിലോണിന്റെ നാശത്തെക്കുറിച്ച് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായവും 18-ാം അധ്യായവും 2 ബാബിലോണിന്റെ നാശത്തെക്കുറിച്ച് പറയുന്നതിൽ ഒന്നാമത്തെ മർമ്മം മഹദിയാം ബാബിലോൺ. ഇന്ന് ആ ബാബിലോണിന്റെ എല്ലാ കാര്യങ്ങളും സഭകളിലേക്ക് വരുന്നുണ്ട്, വിശ്വാസികളിലൂടെ വരുന്നുണ്ട്, ലോകമയത്വം വരുന്നുണ്ട്. അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാമെന്ന് തിരുവെഴുത്തുകളെ കോട്ടിമാട്ടി സംസാരിക്കുന്നുണ്ട്. ബാബിലോണിയൻ സിസ്റ്റമാണ് അത് വരുന്നത്. ദൈവമക്കൾ വളരെ സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ ഈ ബാബിലോൺ മർമ്മം അവസാനിക്കുവാനിടയാകും. മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ആഗോള വ്യാപകമായിട്ട് ഒരു മതത്തിന്റെ നേതാവ് ഉണ്ടാകുകയും അവിടെ വലിയൊരു ആരാധന ഉണ്ടാകും. അവിടെ ആമേൻ മുതൽ ഓം വരെയുള്ള എല്ലാവരും വരുവിൻ, ഒരുമിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കാം. ഒരേ ഒരു ദൈവം എന്ന് പറയും. ആമേൻ പറയുന്നവരും ഓം പറയുന്നവരും എല്ലാവരും ഒരുമിച്ച് കൂടി ഭൂമിയിൽ ആരാധിക്കുവാൻ പോകുകയാണ്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അങ്ങനെ ഉയർന്നു വരുമ്പോൾ സർവശക്തനായ ദൈവം ആ ബാബിലോണിനെ അവിടെ നശിപ്പിക്കുന്നതായിട്ട് കാണുന്നു. 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇത് നഗരത്തെയാണ്, ബാബിലോണിന്റെ വാണിജ്യ ബാബിലോണിന്റെ നാശത്തെ കുറിച്ചാണ് പറയുന്നത്. മത നേതാവ് കഴിഞ്ഞ് പൊളിറ്റിക്കൽ സിസ്റ്റം, അവിടെ റിലീജിയസ് കഴിഞ്ഞ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് അതെല്ലാം കഴിയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഹല്ലേലൂയ പറയുന്നു. അവരുടെ നാശം കണ്ടുകൊണ്ട് ഹല്ലേലൂയ പറയുവാനിടയാകുന്നു. അന്നേരം ഒന്നാമത്തെ ഹല്ലേലൂയ അവിടെ നമ്മൾ കണ്ടു. അവിടെ 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ കണ്ടു ഹല്ലേലൂയ രക്ഷയും മഹത്വവും ശക്തിയും. രണ്ടാമത്തെ ഹല്ലേലൂയ 19:3. ബാബിലോൺ മഹദിയാം മർമ്മം മഹദിയാം ബാബിലോൺ എന്നുള്ള ദൈവസഭകളെ മുഴുവനും സാത്താന്യ ശക്തികളോടുകൂടി എത്തിച്ച് കൊണ്ടുപോയ ഒരു ദുരുപദേശം നിറഞ്ഞ ആ സഭാ വിഭാഗത്ത് മുഴുവനും അവിടെ പറയുന്നത് അവരുടെ പുക നശിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ കണ്ടു. ഇനി അടുത്ത ഹല്ലേലൂയ 4-ാമത് മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. ഇനി അടുത്ത ഹല്ലേലൂയ 6-ാം വാക്യത്തിലുണ്ട് 19:6. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെ ഞാൻ കേട്ടത് ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു, ദൈവം രാജാവായിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ വലിയൊരു 4 ഹല്ലേലൂയയാണ് അവിടെ ഉയരുവാൻ ഇടയാകുന്നത്. 17-ാം അധ്യായത്തിൽ മർമ്മം മഹദിയാം ബാബിലോൺ എന്ന വ്യാജമതത്തിന്റെ നാശം. 18-ാം അധ്യായത്തില് ദുർഭൂതങ്ങളുടെയും മൃഗത്തിന്റെയും ആസ്ഥാനമായ ലോക വ്യവസ്ഥയായ വാണിജ്യ ബാബിലോണിന്റെ നാശം. 1 മണിക്കൂർ കൊണ്ടെല്ലാം പുകയായി. ഭൂവാസികൾ അയ്യം വിളിക്കുകയാണ്. 19-ാം അധ്യായം 9 മുതൽ 19 വരെയുള്ള ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർ കിടന്ന് നിലവിളിക്കുകയാണ്. എന്നാൽ 19-ാം അധ്യായം 1, 3, 4, 6 1, 3, 4, 6 4 ഹല്ലേലൂയ വിവിധ സന്ദർഭത്തിൽ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക. വേദപുസ്തകത്തില് പരിഭാഷപ്പെടുത്താത്ത ഒരു പദമാണ് ഹല്ലേലൂയ. എബ്രായ നാമത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുക. വേറൊരു വാക്കാണ് ആമേൻ. അതേ, വേറൊരു വാക്ക് സേല. ബാബുവിനറിയാം, പാട്ട് പാടുമ്പോൾ പോസ് ഒന്ന് ചെയ്തിട്ട് ഒന്നും കൂടെ എടുത്ത് പാടും. ദൈവത്തിന്റെ മഹത്വത്തെ ഓർത്തുകൊണ്ട് വീണ്ടും സ്തുതിച്ചു വന്ന സേലായുടെ അർത്ഥം പാട്ടിനുള്ള ക്രമീകരണമാണ് സേല. എബ്രായ ഭാഷകൾ അതേപടി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 3: 1 ആമേൻ, 2 ഹല്ലേലൂയ, 2 സേല. ഹല്ലേലൂയ സായിപ്പും പറയും, നമ്മളും ഒരേ, പക്ഷെ ഉച്ചാരണത്തിൽ മാത്രം അല്പം വ്യത്യാസം വരും. ഒരേ പദമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സർവശക്തിയുള്ള ദൈവമായ അവിടെ പറയാ, നാം സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ,
അവന്റെ കാന്തയിൽ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആ വിശേഷ വസ്ത്രമായിട്ട് രൂപപ്പെടുവാനിടയാകും. അതിലെ കറയും കളറും മറ്റു മാലിന്യങ്ങളൊന്നും പറ്റാനിടയാകരുത്. ആദ്യം രക്ഷാവസ്ത്രം ലഭിച്ചു, എന്നാൽ അടുത്ത വിശേഷ വസ്ത്രം ലഭിക്കാൻ വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ എന്നാണത് പറയുന്നത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എത്രയെല്ലാം ദാനധർമ്മം കൊടുത്താലും ഒരു വലിയ പൂജ്യമാണ്, കറ പുരണ്ട തുണി പോലെയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം ഉള്ള ഓരോ നിങ്ങളുടെ കാര്യവും, നിങ്ങളുടെ എല്ലാ കാര്യവും, കണ്ണുനീരും എല്ലാം തന്നെ അവിടെ സ്വർഗത്തിലെ ദൈവത്തിന് പുസ്തകമുണ്ട്. കണ്ണുനീരിന്റെ പുസ്തകമുണ്ട്, ഓർമ്മയുടെ പുസ്തകമുണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ അനേക പുസ്തകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പുസ്തകങ്ങൾ തുറന്ന് ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള വിധി ഉണ്ടായി എന്ന് വെള്ളസിംഹാസനം നടത്തുമ്പോൾ പറയുന്നുണ്ട്. വിശുദ്ധന്മാരെയും അവിടെ ക്രിസ്തുവിനെ ന്യായാസനത്തിൽ വെച്ച് ആദരിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ എന്ന 19-ാം അധ്യായം 1-ാം വാക്യം, 19-ാം അധ്യായം 3-ാം വാക്യം, 19:4, 19:6 4 സന്ദർഭങ്ങളിൽ സ്വർഗത്തിൽ നാം എല്ലാം കൂടെ അങ്ങോട്ട് ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം, എല്ലാം സമാപ്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നതിനാല് അവര് സന്തോഷത്തോടെ കുഞ്ഞാടിന്റെ കല്യാണമാണ് അവിടെ ഏറ്റവും. പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച സഭ ഇന്നും ഒരു കൂട്ടമായിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സഭയാകുന്ന കാന്തയും കർത്താവ് ജീവൻ നൽകി വീണ്ടെടുത്തതാണ്. സ്വർഗത്തിൽ ആ ഫംഗ്ഷൻ നടക്കുവാൻ പോകുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നവരെല്ലാം ആത്മീകമായിട്ട്, ഞാൻ പറഞ്ഞു 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞു, അവർ വിവാഹ നിശ്ചയം ചെയ്തവരാണ്. തുടർന്ന് നടക്കേണ്ട വിവാഹത്തിനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് എപ്പോൾ ശരിയാകും? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവരും പിന്നെ ജീവനോടിരിക്കുന്ന നാമും ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. അവിടെ ശുദ്ധീകരണമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് ന്യായാസനത്തിന് മുമ്പാകെ അനേക കാര്യങ്ങൾ കണക്ക് കൊടുത്ത് അവിടെ എല്ലാം ചെയ്യണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ന്യായാസനം എന്തിനാണ്? ക്രിസ്തുവിന്റെ ന്യായാസനം നമ്മളെ ഒന്നും കൂടെ മാറ്റുള്ളവരായി. സ്വർഗത്തിൽ കണ്ണുനീരിന്റെ കാര്യമില്ല. എന്നാൽ ചിലർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തല കുനിച്ചു നിൽക്കും, ചിലരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വീഴും. ഞാനൊരു അനേക കാര്യങ്ങൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു. 11 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ധനം എങ്ങനെ ഉപയോഗിച്ചു, നമ്മുടെ സമയം എങ്ങനെ ഉപയോഗിച്ചു, നമ്മുടെ കിട്ടിയ കഴിവുകൾ എങ്ങനെ ഉപയോഗിച്ചു, നമ്മുടെ എല്ലാ കാര്യങ്ങളും അവിടെ. അന്നേരം ചിലരൊക്കെ ലജ്ജിതരായിത്തീരും, തലക്കാരൻ. എന്നിട്ട് അവസാനം ഒരു ശിക്ഷിക്കുന്നില്ല, കണ്ണിലെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന കർത്താവുണ്ട്. അകത്തോട്ട് കല്യാണത്തിൻ്റെ ആ ഫംഗ്ഷനിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കരച്ചിലിൽ നിന്ന് സ്ഥലമില്ല. അവിടെ എല്ലാം ശുദ്ധീകരണം കഴിഞ്ഞു. അത് ഭൂമിയിലുള്ള കാര്യം ഓർക്കുമ്പോൾ പറഞ്ഞ കല്യാണം, ഒരു പെണ്ണെ കാണാൻ പോകുമ്പോൾ ആ വരൻ വളരെ സൂക്ഷ്മമായിട്ട് പെൺകുട്ടിയെ നോക്കും, എന്തെല്ലാം കുറവുണ്ടെന്ന്. അവിടെ വെച്ചൊരു തീരുമാനം എടുക്കും. പിന്നീട് കല്യാണം കഴിഞ്ഞിട്ട് കുറ്റം പറയാൻ പാടില്ല. അതുപോലെ തന്നെയാണ് സ്വർഗത്തിലെ ദൈവം ന്യായാസനത്തിന് മുമ്പാകെ വെച്ച് എല്ലാം ചോദിച്ച്, ആ മാലിന്യങ്ങളോ കറവുകളോ ഉണ്ടെങ്കിൽ സാരമില്ല എന്ന് പറഞ്ഞ് ആ കണ്ണുനീരെല്ലാം തുടച്ച് ബലപ്പെടുത്തി എല്ലാവരുമായിട്ട് സന്തോഷിക്കുന്ന നാളുകളായിരിക്കും. കുഞ്ഞാടിന്റെ കല്യാണം ആത്മീകമായിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മധ്യാകാശത്തിൽ കർത്താവ് വെളിപ്പെടുവാൻ സമയമായി. തൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്ന മണവാട്ടി എന്തോ ഒരു ഭാഗ്യമാണ്. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, വിശ്വാസികളുടെ ന്യായവിധിയുണ്ട്, കല്യാണ സദ്യയും ആഘോഷവും നടക്കും, മണവാട്ടിയും. അത് കഴിഞ്ഞ് ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് മണവാട്ടിയുടെ വീട് കാണാൻ പയ്യൻ വരികയാണ്, വരൻ വരികയാണ്, ക്രിസ്തു വരികയാണ്. അതാണ് സഹസ്രാബ്ദ വാഴ്ചയിൽ അവരിവിടെ വാഴുന്നത്. വരുമ്പോൾ മണവാളനും സഭയും മണവാട്ടിയും എല്ലാം കൂടെ വരുമ്പോൾ
അവിടെ ഈ ഭൂലോകന് മുഴുവനും എതിർത്ത് ഹർമഗദോനിൽ അവിടെ എതിർത്ത് നിൽക്കും. എന്നാൽ കർത്താവിൻ്റെ വായിലെ ഒരു ശ്വാസത്താൽ അതെല്ലാം നശിച്ചു പോകുവാൻ, മരണത്തിനിരയായി തീരുവാനിടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ചപ്പോൾ നാം സഭയോട് ചേർക്കപ്പെടുന്നു. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന അവസരത്തിൽ ആത്മീകമായിട്ട് പറഞ്ഞാൽ നാം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഓരോ വ്യക്തിയും മണവാട്ടി അല്ല, കൂട്ടത്തെയാണ് മണവാട്ടി എന്ന് പറയുന്നത്. ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഭൂമിയിലുള്ളതുപോലെ ഓരോരുത്തരും മണവാട്ടി. ആ സഭയാകുന്ന കൂട്ടം ആത്മീക ഭാഷയിൽ മണവാട്ടി എന്നാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ കാന്തയെന്നും നിർമ്മല കന്യകയെന്നും എന്ന് ഏകവചനത്തിലാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കാന്തകളെന്നോ കന്യകകളെന്നോ പറഞ്ഞിട്ടല്ല. വിവാഹം തികച്ചും ആത്മീയ ബന്ധമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വിവാഹത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പവിത്രമായ ബന്ധത്തെ കാണിക്കാൻ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. 19-ാം അധ്യായം 9-ാം വാക്യത്തിൽ അതാണ് വായിക്കുന്നത്. എന്നോട് വിശുദ്ധന്മാരുടെ നേതൃപ്രവൃത്തികൾ തന്നെ പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക. കല്യാണവും കല്യാണ സദ്യയും വ്യത്യസ്തമാണ്. ഉത്പ്രാവണത്തിലൂടെ ഇവിടെ പുതിയ കൂട്ടത്തെ ദൈവം സ്വർഗത്തിൽ അവിടെ ന്യായാസനത്തിന് മുമ്പാകെ ശുദ്ധീകരണം നടത്തിയിട്ട് ഒരു ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ വെള്ളി, പൊന്ന്, മരം, പുല്ല്, വൈക്കോല് ഇവയുള്ള അതിന് തുല്യമായി സമാനമായിട്ട് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തീയുടെ മുമ്പിൽ കത്തിച്ചാമ്പലാകും. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 11 മുതൽ 15 വരെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം വരുന്ന കാര്യങ്ങളെല്ലാം വിലയേറിയതായിട്ടെടുക്കും. തുടർന്നുള്ള വേളയിലാണ് കല്യാണം നടക്കുന്നത്. തിരുവചനത്തിൽ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരാരാണെന്ന് നോക്കാം. പല സംശയങ്ങൾ വരും പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ. ഈ വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സകല പഴയ നിയമ വിശുദ്ധന്മാരും എന്ന് പറഞ്ഞാൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവട്ട തിരുവചനത്തിൽ മത്തായി 8:11 വായിക്കാം. കിഴക്കുന്നും പടിഞ്ഞാറും അനേകർ വന്ന് അബ്രഹാമിനോട്, ഇസാക്കിനോട്, യാക്കോബിനും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. കല്യാണ സന്ധ്യയിൽ പന്തിയിൽ അവരെ നമുക്ക് കാണുന്നുണ്ട്. വീണ്ടും ലൂക്കോസ് 13:28 അത് പറയുന്നുണ്ട്. പഴയ നിയമത്തിലെ സകല പ്രവാചകന്മാരും ലൂക്കോസ് 13:28 ലൂക്കോസ് 13:28 അവിടെ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിലിരിക്കുന്നു നിങ്ങളെ പുറത്ത് തള്ളിക്കളയുന്നു നിങ്ങൾ കാണുമ്പോൾ സദസ്സിലെ ഇരിക്കുന്നവരെയാണ് പറയുന്നത്. പിന്നെ സകല വിശ്വാസവീരന്മാര് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ സകല വിശ്വാസം അവരെല്ലാം ഈ കർത്താവിൻ്റെ ക്രിസ്തുവിനെ കുറിച്ച് പ്രത്യാശയോടിരുന്നവരാണ്. എബ്രായ 11-ാം അധ്യായത്തിൽ കാണുന്ന വിശ്വാസവീരന്മാർ. പിന്നെ യോഹന്നാൻ 3:29 ഒരാൾ പ്രത്യേകമായ ഒരാൾ അവിടെ ക്ഷണമുണ്ട്. യോഹന്നാൻ 3:29 ആര് പറഞ്ഞ? യോഹന്നാൻ സ്നാപകൻ. അന്നേരം യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് മുമ്പ് മരിച്ച യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തിയപ്പോൾ പറയുന്നത് മണവാളൻ്റെ സ്നേഹിതൻ. അത് വാക്യം യോഹന്നാൻ 3:29. പിന്നെ മഹോപദ്രകാലത്തിലെ സകല വിശ്വാസികളും അവിടെ കാണും.
മഹോമുദ്രകാലത്ത് രക്തസാക്ഷികളായിട്ട് മരിച്ച, അതിന് ഞാൻ നേരത്തെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആത്മാക്കൾ അവിടെ യാഗപീഠത്തിന് കിടന്ന് നാഥ എത്രത്തോളം ഞങ്ങൾ ഇവിടെ ആയിരിക്കണം, അല്പം കൂടി സഹിക്കുക. അവരെല്ലാം അവിടെ പീഡനകാലത്ത് 144,000 പേര് മുദ്രയിട്ട് അവരെല്ലാവരും കാണും. പിന്നെ പീഡന കാലത്ത് സാക്ഷികളായിട്ട് വന്ന 2 പേരും നിശ്ചയമായിട്ടും ഇവരെല്ലാം മണവാട്ടിയല്ല, മണവാട്ടി പദം അലങ്കരിക്കുന്നില്ല, സദസ്സിലുള്ളവർ, കല്യാണ സദസ്സിൽ ഉള്ളവർ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകലരെയും പുതിയ നിയമ വിശ്വാസികൾ എന്ന് പറയുന്നു. കർത്താവിൻ്റെ യാഗമരണത്തിൽ വിശ്വസിച്ചവര് എല്ലാം തന്നെ അവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാകും. പഴയ നിയമ വിശ്വാസികൾക്ക് കർത്താവിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണമാണുള്ളത്, അവർ മണവാട്ടി അല്ല. പുതിയ നിയമ വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്ന മണവാട്ടി പദവി പഴയ നിയമ വിശ്വാസികൾക്കും ലഭിക്കുമെന്ന് പറയുവാൻ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ മരണം അതിനു മുമ്പും ഉള്ളതാണ്. ഒരു മണവാട്ടി പദം പുതിയ നിയമസഭയ്ക്ക് മാത്രമുള്ളതാണ്. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം 6 മുതൽ 10 വരെ. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം 6 മുതൽ 10 വരെ. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം 6 മുതൽ 10 വരെ. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ട ഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ ഭോജനങ്ങൾ കൊണ്ടും മട്ട് നീക്കി തെളിച്ചെടുത്ത വീഞ്ഞു കൊണ്ടും ഉള്ള വിരുന്ന് തന്നെ. സകല വംശം, അത് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെയാ. ഞാൻ കുറേ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് മുഴുവനായിട്ട് വായിച്ചു നോക്കുക. വിശുദ്ധന്മാർ, എല്ലാ കാലത്തിലെ വിശുദ്ധന്മാരും നിത്യതയിൽ ഒരുമിച്ച് സന്തോഷിക്കുവാനും ആ കൂടിവരവിലായിരിക്കാൻ ഇടയാകും. ഇസ്രയേലിനെ പ്രത്യേകിച്ച് നാം ഓർക്കുമ്പോൾ, പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭാര്യ പദവി ആണ് ഇസ്രയേല് അലങ്കരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ മരണശേഷം അത് നാം നോക്കുമ്പോൾ മണവാട്ടി പദം പുതിയ നിയമസഭയ്ക്കാണ്. ഇസ്രയേൽ യഹോവയുടെ ഭാര്യ പദവി അലങ്കരിച്ചതുപോലെ പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി പദവി അലങ്കരിക്കുന്നത് പുതിയ നിയമ വിശ്വാസികളാണ്. പുതിയ നിയമ വിശ്വാസികൾ. എന്നാൽ അവരൊരു 2ാം തരം പൗരന്മാരെന്ന് വിചാരിച്ച് അവരെ മോശക്കാരെന്ന് വിചാരിക്കുകയല്ല. പഴയ നിയമവിശുദ്ധന്മാരും വളരെ കഷ്ടം സഹിച്ചതാണ് ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി. നമുക്ക് മാത്രം പദവി, മണവാട്ടി പദവി ലഭിച്ചിട്ടുണ്ട്. അവരെ സ്നേഹിതന്മാരും സദസ്സിലും ആയിരിക്കുന്നു. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത മഹാദൈവത്തിൻ്റെ അത്താഴം ഹെർമഗദോൻ യുദ്ധത്തിനോടുള്ള ബന്ധത്തിലാണ് ഈ മഹാദൈവം. കുഞ്ഞാടിൻ്റെ കല്യാണവും കല്യാണ സദ്യയും ഏറ്റവും സന്തോഷകരമാണ്. വിശുദ്ധന്മാർക്ക് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട കൂട്ടത്തിന്, മണവാട്ടി സഭയ്ക്കും സ്നേഹിതർക്കും ഏറ്റവും സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കുമ്പോൾ അടുത്തത് മഹാദൈവത്തിൻ്റെ അത്താഴവും. അതെപ്പോഴാണ് നടക്കുന്നത്? അതെവിടെയാണ് നടക്കുന്നത്? സ്വർഗത്തിലല്ല, ഭൂമിയിലാണ് മഹാദൈവത്തിൻ്റെ അത്താഴം നടക്കുന്നത്. ഹെർമഗദോൻ യുദ്ധം നടക്കുമ്പോഴാണ് അത് നടക്കുന്നത്. ലോകരാഷ്ട്രങ്ങളെല്ലാം എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ വന്നുകൂടുന്ന സമയത്താണ് ഇത് സമയം. 2 സദ്യകളെ പറ്റിയാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. 19-ാം അധ്യായം 9-ാം വാക്യം കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ, 19-ാം അധ്യായം 9-ാം വാക്യം. എന്നാൽ 19-ാം അധ്യായം 18-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 9-ാം വാക്യം, കുഞ്ഞാടിൻ്റെ 19-ാം അധ്യായം 9-ാം വാക്യം ഞാൻ വായിക്കാം. എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അടുത്ത സദ്യ 19-ാം അധ്യായം 18-ാം വാക്യം. അവിടെ പറയുന്നത്
ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെയും മാംസവും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും അങ്ങനെ കുറേ പേരുടെ മാംസം മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവേൻ. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയും മഹാദൈവത്തിൻ്റെ അത്താഴം. 19-ാം അധ്യായം 18-ാം വാക്യത്തിൻ്റെ അവസാനമാണ് പറഞ്ഞിരിക്കുന്നത്. 19-ാം അധ്യായം 18-ാം വാക്യത്തിൻ്റെ അവസാനം മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവേൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിത്യസുവിശേഷവുമായി ഒരു ദൂതൻ ആകാശമധ്യേ നിൽക്കുന്നത് പോലെ ഇവിടെയും ഒരു ദൂതൻ വിളിച്ചു പറയുകയാണ്. അവിടെ ദൂതൻ സൂര്യനിൽ നിന്നാണ് വിളിച്ചു പറയുന്നത്. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ എന്ന് പറയുന്നത് ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരും ഒത്തൊരുമിച്ച ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു സന്തോഷത്തിൻ്റെ അനുഭവമായിരിക്കുമ്പോൾ, മഹാദൈവത്തിൻ്റെ അത്താഴം എന്ന് പറയുന്നത് ലോകാരംഭം മുതൽ ഇതുവരെയും കർത്താവ് വന്നിട്ടും രക്ഷിക്കപ്പെടാത്തവര് അനേക അവിശ്വാസികളുണ്ട്. അവർ ദുഷ്ടന്മാർ മുഴുവനും അവരുടെ ശവങ്ങള് അതിലെ യുദ്ധത്തിനായിട്ട് വരുന്നവരുടെ ശവമാണ് ഈ മഹാദൈവത്തിൻ്റെ അത്താഴം. ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അത്താഴം. അത് നമുക്കൊന്ന് ചെറുതായിട്ട് വായിക്കാം. 19-ാം അധ്യായം 17-18 പതുക്കെ വായിക്കാം. രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിൻ്റെ മാംസവും സഹോദരന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും പിന്മാൻ മഹാദീപത്തിൻ്റെ അത്താഴത്തിന് ഒന്നുകൂടുകയും നമുക്ക് ഉൾപ്പാടും. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ ഏറ്റവും സമാധാനവും സന്തോഷവുമായിരിക്കുമ്പോൾ മഹാദൈവത്തിൻ്റെ അത്താഴത്തിൻ്റെ വിഭവങ്ങൾ, മറ്റേ വിഭവമൊന്നും പറയുന്നില്ല, ഇതിൻ്റെ വിഭവങ്ങൾ പറയുന്നുണ്ട്. ആകാശമധ്യേ നിന്നുകൊണ്ട് സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും ഒന്ന്, സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെ മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെ മാംസവും തിന്മാൻ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവിൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സൂര്യനിൽ നിൽക്കുന്ന ദൂതനാണ് ഇത് വിളിച്ചു പറയുന്നത്. പ്രത്യേകതരം പക്ഷികളെയാണ് അവിടെ വിളിക്കുന്നത്, അത്താഴത്തിന് വിളിക്കുന്നത്. ആകാശമധ്യേ പറക്കുന്ന എന്ന് വെച്ചാൽ ആകാശത്തിൽ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളെ, പ്രത്യേകിച്ചും മാംസം തിന്നുന്ന ശവം തിന്നി പക്ഷികളെയാണ്. ഉദാഹരണത്തിന് കഴുകൻ, പരുന്ത്, റാഞ്ചൽ പക്ഷികൾ, ഇങ്ങനെയുള്ള പക്ഷികളെയാണ് പ്രത്യേകിച്ച്. സഭ എടുക്കപ്പെട്ട ശേഷം മുദ്രാകാഹളം, കലശം, ഇങ്ങനെ 21 ന്യായവിധികൾ കഴിഞ്ഞ ശേഷം തുടർന്നുള്ള ക്രോധകലശം, 14 ന്യായവിധി കഴിഞ്ഞ അടുത്ത 7 ക്രോധകലശങ്ങൾ ദൈവം ഒരു നൂതനെ കലശമധ്യേ ഒരു ദൂതനെ നിത്യസുവിശേഷവുമായിട്ട് ഭൂമിയിലേക്ക് വിടുന്നു. ആ ദൂതനും സൂര്യനിൽ നിന്നും അവിടെ നിന്നുകൊണ്ട് ആകാശമധ്യേ നിന്നുകൊണ്ട് നിത്യസുവിശേഷം അറിയിക്കുവാൻ ഇടയായി. അത് പറഞ്ഞത് ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തെ നമസ്കരിക്കുക. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ആ സുവിശേഷം തള്ളിക്കളഞ്ഞ, അനുസരിക്കാത്ത അനേകായിരങ്ങളുണ്ടായിരിക്കും. ആ വാക്കുകൾ അവരുടെ മാംസം തിന്നുവാനായിട്ടാണ് ശവം തിന്നി പക്ഷികളെ അത്താഴത്തിനാണ്. യുദ്ധത്തിന് മുമ്പായിട്ടാണ് ഒരു പ്രത്യേകത. യുദ്ധം നടന്നില്ല, യുദ്ധം ജയിച്ചതും ഒന്നും കഴിഞ്ഞില്ല. എന്നാൽ യുദ്ധത്തിന് മുമ്പേ ദൈവം അത്താഴം ഒരുക്കുകയാണ്. സർവശക്തനായ ദൈവം അത് കാര്യപരിപാടികൾ മുന്നമേ കണ്ട് ദുഷ്ടന്മാരെ നശിപ്പിക്കുവാൻ പോകുകയാണ്. യഹോവയായ ദൈവത്തിൻ്റെ മഹാസദ്യ ആകാശമധ്യേ നടക്കുവാൻ പോകുകയാണ്. യെഹെസ്കേൽ പ്രവചനം 39-ാം അധ്യായം 17 മുതൽ 20 വരെ ഇതിന് സമാനമായിട്ടുള്ള ഒരെണ്ണമുണ്ട്. യെഹെസ്കേൽ പ്രവചനം 39, 17 മുതൽ 20 വരെ. യെഹെസ്കേൽ 39, 17, 20.
മുതലാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. സകലവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടത്, നിങ്ങൾ കൂടുവരുകയും നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതെന്ന് ഞാൻ ഇസ്രായേൽ പർവ്വതങ്ങളിൽ ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അർപ്പാൻ പോകുന്ന എൻ്റെ യാഗത്തിന് 4 മതി. ഇത് സമാനമായിട്ട് ഹെസ്കേൽ പ്രവചനം പറയുന്ന ഒരു വലിയൊരു അത്താഴത്തിൻ്റെ കാര്യം. ഇവിടെ സൂര്യനിൽ നിൽക്കുന്ന ദൂതൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളെയും ക്ഷണിക്കുന്നത് എന്തിനാണെന്നും അവയ്ക്ക് ലഭിക്കുവാൻ പോകുന്ന ഭക്ഷണം എന്താണെന്നും അത്താഴം ഒരുക്കുന്നത് ആരാണെന്നും വളരെ വ്യക്തമായിട്ട് ഈ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഈ അത്താഴം ഒരുക്കുന്നത് യഹോവയായ ദൈവമാണ്. അതിലെ അത്താഴത്തിൻ്റെ വിഭവം 19-ാം 18-ാം വാക്യത്തിൽ പറയുന്നു. 4 കൂട്ടമായിട്ട് അതിനെ തിരിക്കാം. 1 രാജാക്കന്മാരുടേത്, 2 സഹസ്രാധിപന്മാരുടേത്, 3 വീരന്മാരുടെ, 4 കുതിരകൾ കുതിരപ്പുറത്തിരിക്കുന്നവരുടേത്, 5 മനുഷ്യർ മുഴുവനും, സ്വതന്ത്രന്മാര്, ദാസന്മാര്, ചെറിയവര്, ഇവരുടെ മാംസം തിന്നുവാനാണ് പറയുന്നത്. ഈ അത്താഴ സദ്യ നടക്കുന്നത് ഹെർമഗദോൻ യുദ്ധത്തോടുള്ള ബന്ധത്തിലാണ്. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ സ്വർഗത്തിൽ നടക്കുമ്പോൾ ഇവിടെ ഭൂമിയിൽ മഹാദൈവത്തിൻ്റെ അത്താഴം ക്രിസ്തുവിനെതിരായിട്ട് വരുന്ന ഇവരെല്ലാം അവിടെ ആ പക്ഷികൾക്ക് ആഹാരമായിട്ട് കൊടുക്കുക. മഹാദൈവം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പുതിയ നിയമത്തിൽ ഈ വാക്ക് തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാദൈവമെന്ന്, മഹാദൈവമായ ക്രിസ്തു ഒരുക്കുന്ന, തീത്തോസ് പറയുന്നുണ്ട് മഹാദൈവം ക്രിസ്തുവാണ്. തീത്തോസ് 2:12 പറയുന്നുണ്ട് മഹാദൈവമായ ക്രിസ്തുവിനാൽ ഒരുക്കുന്ന ഭക്ഷണമായതിനാൽ ഇത് മഹാദൈവത്തിൻ്റെ അത്താഴമെന്ന് പറയുന്നു. താമസമിന നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന എല്ലാവരുടെയും മാംസം അവിടെ ഭക്ഷിക്കുവാനായിട്ട് ആകാശത്തിൻ്റെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളെ അവിടെ വിളിക്കുകയാണ്. ആകാശമധ്യേ അവിടെ ദൂതൻ പക്ഷിക്കൂട്ടങ്ങളെ വിളിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ സദ്യ ഏറ്റവും സന്തോഷകരമായിരിക്കുമ്പോൾ മഹാദൈവത്തിൻ്റെ അത്താഴം ഇതുവരെയും ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതേക്കും ഏറ്റവും വലിയ ഒരു കൂട്ടക്കൊലയായിരിക്കും നടക്കുവാൻ പോകുന്നത്. ദൈവത്തിനെതിരായിട്ട്, കർത്താവിനെതിരായിട്ട് രാജാക്കന്മാർ മുതൽ സാധാരണക്കാർ വരെ അവിടെ ഒരുമിച്ച് ഹെർമഗദോൻ താഴ്വരയില് യൂഫ്രട്ടീസ് നദിയിലെ ക്രോധകലശം വീഴുമ്പോൾ അത് വറ്റി കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർ എല്ലാവരും പറയുന്നു, ദാ നമുക്ക് അപ്പുറത്ത് കിടക്കാം, നല്ല വെള്ളം, നദി മുഴുവനും വറ്റിപ്പോയി. വളരെ സന്തോഷത്തോടുകൂടി അക്കരെ ചെല്ലുന്നു. ദൈവം അവരെ ഒരുമിച്ച് ഒരു വിശാലമായ സ്ഥലത്ത് ഹെർമഗദോൻ താഴ്വരയിൽ കൂട്ടുകയാണ്. അവിടെ അവരെല്ലാം ക്രിസ്തുവിൻ്റെ വായിലെ ശ്വാസത്താൽ അവരെല്ലാം കൊല്ലപ്പെടും. അവരെ മറവ് ചെയ്യുവാൻ സാധിക്കാതെ അനാഥ ശവമായി കിടക്കും. എന്തിനുള്ള ശിക്ഷയാണ്? ദൈവം സ്വർഗത്തിൽ നിന്നും 2 അഭിഷിക്തന്മാരെ ഭൂമിയിലേക്ക് വന്നു. 1260 ദിവസം ഭൂമിയിൽ സുവിശേഷം അറിയിച്ചു. കുറേ ദിവസം, 3.5 ദിവസം അവർ യെരുശലേം തെരുവീതിയിൽ അനാഥ ശവമായിട്ട് കിടന്നു. അതുപോലെ ഇവിടെ വലിയൊരു കൂട്ടക്കുരുന്ന്. ആ മനുഷ്യരെ അടക്കുവാൻ ആരുമില്ല. യെഹെസ്കേൽ പ്രവചനം 39-ാം അധ്യായം 12-ാം വാക്യം. ദൂതന്റെ ക്ഷണപ്രകാരം അനേക ലക്ഷം കോടാകോടി പക്ഷികളാണ് പറന്നു വരുന്നത്. അവ എത്ര ഭക്ഷിച്ചാലും തീരത്തില്ല. യെഹെസ്കേൽ പ്രവചനം 39-ാം അധ്യായം 12-ാം വാക്യം. അവിടെ യെഹെസ്കേൽ പ്രവാചകൻ പറയാ, ഇസ്രായേൽ ഗ്രഹം അവരെ അടക്കം ചെയ്ത് തീർത്ത് ദേശത്ത് വെടിപ്പാക്കാൻ 7 മാസം വേണ്ടി വരും. കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്കൽ കർത്താവ് നിന്നപ്പോൾ ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവനായ ലാസർ പുറത്തു വരുവാൻ, അതിന് മുമ്പ് പറഞ്ഞത് ചത്ത് നാറ്റം വെച്ചിരിക്കുന്ന ആ അവസ്ഥയെ മാറ്റുവാൻ ദൈവത്തിനുവന് എങ്കിൽ ആകാശത്തിലെ പക്ഷികൾ മുഴുവനും കൊത്തിപ്പറിച്ച്
വളരെ വികൃതമായിട്ട് ഓരോരുത്തരുടെ ശരീരം ഇവിടെ കിടക്കുകയാണ്. അനാഥ ശവങ്ങളെന്ന നിലയിലാണ്. അത് എത്ര പക്ഷികൾ ഭക്ഷിച്ചാലും തീരുകയില്ല. ദൈവത്തിനെതിരായിട്ട് വരുന്ന സകല ശക്തികളെയും ദൈവം അവിടെ തീർക്കുകയാണ്. മഹാപീഡനകാലത്തെ ഇസ്രായേലിന്റെ മധ്യേ അവിടെ 2 സാക്ഷികൾക്ക് ദൈവം വരം നൽകി തന്നു. അവർ 1260 ദിവസം ഈ പ്രവചന ശുശ്രൂഷ നടത്തി. അവരുടെ ശുശ്രൂഷ തികച്ചു കഴിഞ്ഞപ്പോൾ സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വന്നു, അവരെ കൊന്നു. അവരെ കൊന്നതല്ല, ദൈവം അനുവദിച്ചു. അവരുടെ സമയം കഴിഞ്ഞു, ശുശ്രൂഷയുടെ സമയം കഴിഞ്ഞു. 3.5 ദിവസത്തിന് പകരം ആഴ്ചകളും മാസങ്ങളും ഈ കർത്താവിനോട് എതിർത്തവരുടെ ശവം അവിടെ അനാഥ ശവങ്ങൾ എന്ന നിലയിൽ മൃഗങ്ങൾ പക്ഷികൾ കൊത്തിപ്പറിച്ച ആ ശവശരീരം കിടക്കണം. മറ്റത് 3.5 ദിവസമേ കിടന്നു. എന്നാൽ